അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹത്തായ റമദാനിനെ, അതിലെ ഏറ്റവും അനുഗ്രഹീതമായൊരു രാത്രിക്ക് നമ്മൾ ഇന്ന് സാക്ഷികളാവുകയാണ്. ഇസ്ലാം അതിൻ്റെ മുഖമുദ്ര എളുപ്പം ആണ് എന്നതത്രേ. വിശ്വാസവും ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളും പ്രയാസമില്ലാതെ ഏത് പ്രായത്തിലുള്ളയാൾക്കും ഉൾക്കൊള്ളാനും അനുഷ്ഠിക്കാനും കഴിയുമാറ് ലളിതമാക്കിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു കൽപ്പന നിറവേറ്റുന്നതിന് പ്രയാസമനുഭവപ്പെടുന്നു എങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ റസൂല് റുഖ്സ നിശ്ചയിച്ചിട്ടുണ്ട്, ഇളവുകൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നർത്ഥം. നോമ്പിനെക്കുറിച്ച് റമദാൻ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വളരെ ആത്മാർത്ഥമായ നിലയിൽ വിശ്വാസികൾ വലിയ പ്രതീക്ഷയോടെ ദിനരാത്രങ്ങൾ തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയും ക്രമപ്പെടുത്തിയും ആത്മസംയമനം പാലിച്ചും നിറവേറ്റുന്ന ഇബാദത്തുകളുടെ ഒരു കൂട്ടമാണ്. അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നത് നമുക്ക് പ്രയാസമല്ലാതിരിക്കാൻ കാരണം നിയ്യത്തിൻ്റെ ബലമാണ്. നോമ്പിൻ്റെ നെയ്യത്ത് ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ദാഹമോ വിശപ്പോ അവനെ അലട്ടാറില്ല. നിയ്യത്തില്ലാതെ വേറൊരു ദിവസം നിങ്ങൾ ഒരു ദിവസം ചെലവഴിച്ചു നോക്കുക. അപ്പോൾ ഈ നിയ്യത്തിൻ്റെ ബലവും നിയ്യത്തില്ലാത്തപ്പോഴുള്ള ഇച്ഛകളുടെ സ്വാധീനവും മനസ്സിലാവും. അതാണ് നോമ്പിൻ്റെ നെയ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ഖുർആനിൽ അയ്യാമൻ മഅദൂദാത്ത്, എണ്ണി തിട്ടപ്പെടുത്താവുന്ന ദിനരാത്രങ്ങളാണ് നോമ്പ് എന്ന് കൽപ്പിച്ചിട്ട് അള്ളാഹു നമ്മെ അറിയിച്ചത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങളിൽ എളുപ്പം ഉദ്ദേശിക്കുന്നു, ഒരിക്കലും അള്ളാഹു പ്രയാസം നിങ്ങൾക്കുണ്ടാകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നോമ്പ് ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഒരാൾ രോഗം ആയി എങ്കിൽ, ഈ മരീള് എന്ന ഗണത്തിലാണ് ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, പ്രായാധിക്യത്തിലെത്തിയ ആരോഗ്യം ക്ഷയിച്ച ആളുകൾ, ചെറിയ കുട്ടികൾ, ഇവരെയൊക്കെ അതിനകത്താണ് ഉൾപ്പെടുത്തുക. അവർ റമളാനിൽ വളരെ തത്രപ്പെട്ടും പ്രയാസമനുഭവിച്ചും കഷ്ടത പേറിയും നോമ്പെടുക്കേണ്ടവരല്ല. മറിച്ച് ആ സ്ഥാനത്ത് അവർ നിർവഹിക്കേണ്ട മറ്റൊരു കാര്യം വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. വളരെ ഞെരുങ്ങി ഒരു പക്ഷേ നോമ്പെടുക്കാൻ കഴിയാം, പക്ഷെ ആ ഞെരുക്കം നിങ്ങളിലുണ്ടാകാൻ അള്ളാഹു ആഗ്രഹിക്കാത്തത് കൊണ്ട് ഒരഗതിക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകിയാൽ മതി. അപ്പോൾ നോമ്പിന് പകരമായി അത്. അപ്പോൾ ഈ പറയുന്ന എല്ലാവരും നോമ്പിന് പകരം നിർവഹിക്കേണ്ടത് ഫിദിയയാണ്. പ്രായച്ചിത്തം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. ഒരു സാധുവിന്, ഒരഗതിക്ക്, ആരായിരുന്നാലും വേണ്ടില്ല, ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം. അപ്പോൾ ഒരു ശരാശരി നമ്മൾ നോമ്പ് തുറക്കുന്നതിനും നോമ്പ് പിടിക്കുന്നതിനും ഇടയത്താഴത്തിനും എല്ലാം കൂടി കരുതിയാൽ ഒരാവറേജ് ഒരു ദിവസം 150 രൂപ ഒരാൾക്ക് മതിയാകും എന്ന് ശരാശരി മനസ്സിലാക്കാം.
ഇനി അതൊരു ദിവസത്തേക്ക് 200 രൂപയായാൽ വളരെ നന്നായി. അപ്പോൾ ഒരു ദിവസത്തെ ഒരഗതിയുടെ ഭക്ഷണം അങ്ങനെയാണ്. അപ്പോൾ പ്രായാധിക്യത്തിലുള്ള മാതാപിതാക്കൾ നോമ്പെടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ 30 ദിവസത്തേക്ക് അവരുടെ ഫിദിയ നൽകേണ്ടതാണ് ജീവിച്ചിരിക്കുന്ന അനന്തരാവകാശികളായ മക്കളോ ബന്ധുക്കളോ. അല്ലെങ്കിൽ അവർക്ക് സ്വയവും അത് ചെയ്യാം. അപ്പം നോമ്പ് ഒരു പ്രയാസമുണ്ടാക്കുന്നില്ല. ഇനി അതിൽ ചേർത്ത് പറഞ്ഞ സുപ്രധാനമായൊരു കാര്യം ബോധ്യപ്പെടലാണ്. അത് അള്ളാഹുവിലുള്ള ബോധ്യമാണ് വരേണ്ടത്. എവിടെയോ ഉള്ള ഒരു സൃഷ്ടാവിനെ സംബന്ധിച്ചല്ല. ഫഇദാ സഅലക ഇബാദി, ഫഇദാ സഅലക, നിന്നോട് ചോദിക്കുകയാണ് എൻ്റെ ദാസന്മാർ, അന്നി, എന്നെക്കുറിച്ച്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പ്രവാചകനോട് ചോദിക്കുന്നു. അപ്പോൾ നീ അവരെ പഠിപ്പിക്കേണ്ടത് ഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി, ഞാൻ ആ ചോദ്യകർത്താവിനോട് ഏറെ സമീപസ്ഥനാണ്, അടുത്താണ്. അവൻ എന്നോടാണ് ആവശ്യപ്പെടുന്നത്, എന്നോടാണ് ചോദിക്കുന്നത്, എന്നിലാണ് പ്രതീക്ഷ സമർപ്പിക്കുന്നത് എങ്കിൽ ഞാൻ അതെല്ലാം നിറവേറ്റി കൊടുക്കും. നോമ്പുകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സുവാർത്തയത്. നോമ്പിനോട് ചേർത്താണ് ഈ ചോദ്യോത്തരം പറയുന്നത്. അപ്പോൾ ഈ ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആ ആയത്തിൻ്റെ അവസാനത്തിൽ ആരംഭിക്കുന്നത് ഈ ആയത്താണ്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅാനി. പക്ഷേ നോമ്പ് കാലത്ത് പോലും നോമ്പെടുക്കുന്നവർ, നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർ, മറ്റ് സുന്നത്തുകളായ ഔറാദുകളും ദിക്റുകളും ദുആകളും ഒക്കെ ചെയ്യുന്നവർ പോലും അള്ളാഹു തന്നോടൊപ്പം ഏറ്റവും അടുത്താണെന്നും അവനോടാണ് ഞാൻ ചോദിക്കേണ്ടത് എന്നും ഇന്നും തിരിച്ചറിയാതെ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളെ വിളിച്ചു തേടുന്നത് നമുക്ക് കാണാം. അപ്പോൾ നോമ്പെടുക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട, ബോധ്യപ്പെടേണ്ട കാര്യം അള്ളാഹുവിലുള്ള ഈമാൻ, പടച്ചവൻ അവനോട് സമീപസ്ഥനാണെന്നും ഏറ്റവും അടുത്താണെന്നും എന്തും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ മനസ്സ് അവനിലാണ് തുറക്കേണ്ടത് എന്നും അവനിലാണ് ഞാൻ പ്രതീക്ഷ വച്ച് പുലർത്തേണ്ടത് എന്നും ഉള്ള ഒരു തിരിച്ചറിവാണ് വിശ്വാസികൾ ഈ റമളാനിൽ നേടിയെടുക്കേണ്ടത്. അതാണ് തൗഹീദ്, അതാണ് ഏകദൈവ വിശ്വാസം, അതാണ് ഇഖ്ലാസും ഈമാനും എന്നൊക്കെ പറയുന്ന വാക്ക്. എല്ലാ ഓരോരുത്തരെയും ഉണർത്തുന്നു. കഴിയാത്ത ആളുകൾ ഫിദിയ കൃത്യമായി നിറവേറ്റേണ്ടതുണ്ട് എന്നെല്ലാവരെയും ഉണർത്തുകയും ചെയ്യുന്നു. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനിലെ അനുഗ്രഹവും പ്രതിഫലവും അതിൻ്റെ പൂർണ്ണമായ എല്ലാ അനുഗ്രഹങ്ങളും സിദ്ധിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റമളാൻ വിശ്വാസികളുടെ ലോകത്തിന് കരുണയും ശാന്തിയും സമാധാനവുമായിരിക്കുവാൻ പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, കുടുംബാദികൾ അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.